ഏതായാലും ഇവിടെ ഒപ്പനയാണ് നടക്കുന്നത്. ഒപ്പനന്റെ 2 വരി പാടാം. ഏകന്തൻ പൂവിനടുമികമക്കമടങ്കലും പൂവിന ബദറൊളി താനേ പങ്കി ഏറിടും അബ്ദുല്ലാബിൻ സൂതനെങ്കും പുകൾ പൊങ്കും സരസ കനി തെളിവാനേ സരസ കനി തെളിവാനേ. സംഗീതത്തെ ഒരു പാഠ്യ വിഷയത്തിനപ്പുറത്തേക്ക് തപസ്യയായി കണ്ട ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മോട് കൂടെ ചേരുന്നത്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി HMYHSSന്റെ കലാമണ്ഡപത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് താളവും ഈണവും നൽകിയ സാക്ഷാൽ ഖദീജ ടീച്ചർ. സ്വാഗതം ടീച്ചർ. 25 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. ഇത്രയും കാലയളവിൽ ഒരുപാട് കലാമേളകൾ ടീച്ചർ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്തു തോന്നുന്നു? സന്തോഷം അല്ലാതെ എന്താ പറയാ. ഒരുപാട് ഒട്ടനവധി പ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. കണ്ടെത്തുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. പിന്നെ നമ്മൾ അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികൾ ഉയർന്നു വരുന്ന അത് കലോത്സവത്തിന് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. കാരണം അവർ പ്രൊഫഷണലായിട്ട് ഈ ഒരു മേഖലയിൽ നിലനിൽക്കാനുള്ള ഒരിതുണ്ട്. പലപ്പോഴും പല സ്കൂളിലും ഉണ്ടാവുന്നത് വെച്ചാൽ കലോത്സവം കഴിയുന്നതോടുകൂടി കുട്ടികൾ അതൊന്ന് പോവുക ചെയ്ത് യഥാർത്ഥ കല കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മത്സരത്തിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ശരിയായ കല കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ അതിനെ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിന് മുന്നൊരുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത്. തീർച്ചയായും ചിട്ടയായ ഒരു പ്രവർത്തനം അതിൻ്റെ പിന്നിലുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് ഇതിന് നേതൃത്വം നൽകുന്നതിൽ എങ്ങനെയാണ് കുട്ടികളെ ഇതിനു വേണ്ടിയിട്ട് പരുവപ്പെടുത്തുന്നത്? ഒന്ന് ക്ലാസ് റൂമിൽ പോകുമ്പോൾ കണ്ടെത്തുന്ന കുട്ടികളാണ് കൂടുതലും. അല്ലാതെ പ്രതിഭകളായി വന്നിട്ട് നമ്മളെ സ്കൂളിൽ നിന്ന് വേറെ സ്കൂൾ എവിടെന്നെങ്കിലും പ്രതിഭകളായി വന്ന് പിടിച്ച് അങ്ങനെയല്ല ഞങ്ങൾ പങ്കെടുപ്പിക്കുന്നത്. പലപ്പോഴും ക്ലാസ് റൂമിൽ പലപ്പോഴും പങ്കെടുക്കാത്ത കുട്ടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ക്ലാസ് റൂമിലെ പ്രവർത്തനത്തിൽ നിന്ന് കണ്ടെത്തുന്ന കുട്ടികളെ പിന്നെ നമ്മൾ മത്സരങ്ങൾ ചിലതൊക്കെ ക്യാമ്പുകൾ ഒക്കെ സംഘടിപ്പിക്കും. അതിൽ കണ്ടെത്തുന്ന കുട്ടികളാണ് നമ്മൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കും. പിന്നെ സ്കൂൾ കലോത്സവം നമ്മൾ ശരിക്കും ഒരു ആഘോഷമായിട്ട് HMYയുടെ കലോത്സവം പൂർവ്വ വിദ്യാർത്ഥികൾക്ക് തന്നെ അറിയാം. അതൊരു ആഘോഷം കൂടിയാണ്. മത്സരത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു ആഘോഷം. 3 ദിവസങ്ങളിൽ 4 വേദികളൊക്കെ ആയിട്ട് അതങ്ങനെയാണ് മത്സരിപ്പിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളിൽ ഒരുപാട് പ്രതിഭകളെ മാറ്റുരയ്ക്കാൻ അവിടെ അവസരം കിട്ടുന്നുണ്ട്. അതിന്ന് വരുന്ന കുട്ടികൾ അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല കാലിബറുള്ള കുട്ടികളാണ് നമുക്ക് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും സംഗീതത്തിലും കുട്ടികളുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മീൻസ് ഇപ്പോൾ ടീച്ചർ കരിയർ തുടങ്ങിയടുത്തുനിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ നിൽക്കുന്നതിൽ കുട്ടികളുടെ അഭിരുചികളിലും മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങളെ സവിന്യസിപ്പിച്ച് കൊണ്ടു നടക്കാൻ സാധിക്കുന്നത്? മുമ്പ് വന്ന സമയത്തൊക്കെ ഞാൻ യൂനുസ് മാഷും കൂടിയാണ് തുടക്കം കുറിച്ച്. അന്നിങ്ങനെ കൊണ്ടുവന്ന ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ 5-ാമത്തെ വർഷമായപ്പോൾ തന്നെ നമ്മളെ സ്കൂൾ ഓവറോൾ. അപ്പം എന്താ വെച്ചാൽ പ്രതിഭകളില്ലാഞ്ഞിട്ടല്ല, കണ്ടെത്താനുള്ള ആൾക്കാരില്ല എന്നുള്ളതാണ്. അപ്പോൾ കലാധ്യാപകർ 2-3 വർഷമായിട്ട് അവിടെ ഒരു ഗ്യാപ്പായിരുന്നു. അതിനുശേഷം മാഷ് വന്ന് അതിൻ്റെ പുറകിൽ തന്നെ ഞാനും വന്നു. പിന്നീട് ഞങ്ങൾ ഇങ്ങനെ ഓരോ ക്ലാസ് റൂമിലും പോകുന്നത് അങ്ങനെ കണ്ടെത്തി ആ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്ക് നല്ല കോച്ചിങ് കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായും ടീച്ചർ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതിഭകളെ നമ്മൾ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് വീണ്ടും കണ്ടുമുട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഓർമ്മിക്കാവുന്ന 1-2 അനുഭവങ്ങൾ പറയാം. എനിക്ക് തോന്നുന്നു ഷിഫിൻ ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ പാടുന്നിട്ട് ഇപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഗംഭീരമായിട്ട് പാടുന്നുണ്ട്. പക്ഷേ ആ കുട്ടി ഇതുവരെ LPയിലോ നമ്മൾ 5-ാം ക്ലാസ്സിലൊന്നും പാടിയിട്ടില്ല. ആ വർഷം എന്ത് ചെയ്തു, അവനെ കൊണ്ട് പാടിപ്പിച്ചു. ആ വർഷം ഭയങ്കര ഷൈ ആയിരുന്ന ആള്. പിന്നീട് നമ്മൾ മത്സരങ്ങളിലൊക്കെ കൊണ്ടുപോയി. പിന്നെ 8 മുതൽ 12-ാം ക്ലാസ് വരെ അവനായിരുന്നു ജില്ലയിൽ മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ്. അതേമാതിരി ഒരുപാട് പ്രതിഭകൾ സിദ്രത്തൊക്കെ പിന്നെ 6 മുതൽ വന്നിട്ട് അങ്ങനെ വന്ന, അതേപോലെ ജിഷ്ണു കെ മനോജ്, അങ്ങനെ ജിതിൻ, അങ്ങനെ ഒരുപാട് പ്രതിഭകളുണ്ട്. അത്തരം കുട്ടികളെ നമ്മൾ ഈ ക്ലാസ് റൂമിൽ നിന്ന് കണ്ടെത്തിയിട്ട് തന്നെയാണ് ഇങ്ങനെ മത്സരങ്ങൾ പങ്കെടുപ്പിക്കണേ. പിന്നെ പലപ്പോഴും അവരുടെ ഒരു യാത്രയും കൂടെ, കലായാത്രയും കൂടെ ഇതിലൊരു ഘടകമാണ്. ആ 5-ാം ക്ലാസ്സിന് കിട്ടിയ കുട്ടി ഒരു 7-8 എത്തുമ്പോഴത്തേന് നല്ല ലെവലിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നുണ്ട്. മികച്ച തുടക്കം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതൊരു ബേസ്മെന്റ് എന്തായാലും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും 8-ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. തീർച്ചയായിട്ടും മഞ്ചേരിയിലേക്ക് HMYHSSന് കൂടുതൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാ തലത്തിലും പുതിയ വിജയങ്ങൾ കൈവരിക്കാൻ ടീച്ചർക്കും ടീച്ചറുടെ കുട്ടികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.